നെക്സ്റ്റ് നമ്മുടെ 5th ചാപ്റ്റർ കണ്ടിന്യൂറ്റിയാണ്. കണ്ടിന്യൂറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ചാപ്റ്റർ തുടങ്ങി ഡിഫറൻഷ്യബിലിറ്റി, പിന്നെ ഇൻ്റഗ്രേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, അങ്ങനെ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരു ബേസിക്കാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് തുടങ്ങിയിട്ടുള്ള ബേസിക്കുകൾ വരുന്നതാണ് ഇതിൽ. പിന്നെ ഇൻ്റഗ്രേഷൻ കഴിയുന്നത് വരെയും ഇതിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവും. ഡെറിവേറ്റീവിലേക്കും ഒക്കെ ആവശ്യമുള്ളതാണ് കണ്ടിന്യൂറ്റി എന്നുള്ള കൺസെപ്റ്റ്. ഇതിൽ കണ്ടിന്യൂറ്റി മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. ആദ്യം ഈ ചാപ്റ്റർ എന്ന 5th ചാപ്റ്റർ എന്ന കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു 3 മാർക്കിൻ്റെ 2 ചോദ്യവും 4 മാർക്കിൻ്റെ 2 ചോദ്യവും. അപ്പം 3 3 6 പിന്നെ 8 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന്. പക്ഷെ ഇതിന്ന് ഫോക്കസ് ഏരിയ വിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, എക്സ്പോണൻഷ്യൽ, പാരാമെട്രിക്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഈ 5 വിഭാഗങ്ങളും എന്തിലില്ല, ഫോക്കസ് ഏരിയയിലില്ല. പക്ഷെ അതൊന്നും ചോദിച്ചുകൂടായില്ല. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ അത് മുഴുവൻ എടുത്ത് പോയിട്ടുള്ളതാണ്. ഇൻ്റഗ്രൽ നമുക്കറിയാം. അപ്പോൾ ലോഗിൻ്റെ ചെറുതായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല തോന്നുന്നു. ജസ്റ്റ് നമുക്ക് ആദ്യം കണ്ടിന്യൂറ്റി എന്താണെന്ന് നോക്കാം. കണ്ടിന്യൂറ്റിയിൽ ഷുവറായിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ കൂടി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ട് ഒരു ഫംഗ്ഷൻ നോക്കൂ. 1 കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. എക്സ് ലെസ് ദാൻ 0 1ലാണ്. ഗ്രാഫ് കണ്ടാൽ അറിയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ ഫംഗ്ഷൻ 1 ആണ്. ആൻഡ് ഗ്രേറ്റർ ദാൻ 0 ഇത് 2 ആണ്. നമുക്കിത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ് എന്നുള്ള കാര്യം. ഈ ഫംഗ്ഷന്റെ ലെഫ്റ്റ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്, റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂ 1 ആണ്, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂ, അതായത് y വാല്യൂ 2 ആണ്. അപ്പോൾ LHL നോട്ട് ഈക്വൽ ടു RH, ലിമിറ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് അല്ല. ഗ്രാഫിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് അറിയാലോ. ഗ്രാഫിക്കലി ഇതുപോലെ നോക്കാനും പറ്റും. നോക്കൂ, ഇവിടെ ലൈൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് പോലെ തോന്നുന്നുണ്ട്. അതുപോലെ ലിമിറ്റ് നോക്കൂ, എക്സ് ടെൻസ് ടു 0, എക്സ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ LHL എന്ന് പറയുന്നത് ഇവിടെ ഏതാ y വാല്യൂ 1 ആണ്. RH എന്ന് പറയുന്നതും 1 ആണ്. LHL RH ഈക്വൽ ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പോയിന്റിൽ 0 എന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെയല്ല കാണിച്ചിരിക്കുന്നത്, ഒട്ടും മുകളിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ജമ്പ് പോലെ വന്നു അല്ലേ, അതിനെയും ബ്രേക്ക് ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഇവിടെ LHL RH ഈക്വൽ ആണ്, പക്ഷെ ഇത് കണ്ടിന്യൂസ് അല്ല. കാരണം LHL RH ഫംഗ്ഷന്റെ വാല്യൂവിനോട് ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് ചുരുക്കത്തിൽ പറയാം, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഗ്രാഫിക്കലി നമുക്ക് നോക്കുമ്പോൾ അറിയാം ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിരിക്കണം. നമുക്ക് പേന എടുക്കാതെ, ഒരു ജമ്പ് ഇല്ലാതെ, ഒരു ബ്രേക്ക് ഇല്ലാത്ത ഗ്രാഫ് ആയാലാണ് അത് കണ്ടിന്യൂസ് ആവുക. തിയററ്റിക്കലി നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? തിയററ്റിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു ഫംഗ്ഷന്റെ C എന്ന പോയിന്റിൽ കണ്ടിന്യൂറ്റി ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു C f(x) ഈക്വൽ ടു, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് ഫംഗ്ഷന്റെ ആ പോയിന്റിൽ വാല്യൂവിനോടുകൂടി ഈക്വൽ ആയിരിക്കണം. അപ്പൊ ചില കേസിൽ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് കണക്കാക്കാൻ പറ്റും. ചില കേസുകളിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. പീസ് വൈസ് ഫംഗ്ഷൻസിലാണ് അത്തരം LHL RH നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കൂ, കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പൊ ഇത് നമുക്ക് കണ്ടിന്യൂറ്റി നമ്മൾ പഠിച്ചതിന് ശേഷം അതിന്റെ ജനറൽ പ്രിൻസിപ്പിളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈ രീതിയിൽ ലിമിറ്റ് കണ്ട് ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ ഇതിന് ശേഷം ലിമിറ്റുകളൊക്കെ കണ്ടിന്യൂറ്റി ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അത് നമ്മൾ ജനറൽ തിയറി ആയിട്ട് പഠിക്കുന്നതാണ്. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്, മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്. എവറി റാഷണൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, പോളിനോമിയൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ്, റാഷണൽ ഫംഗ്ഷൻ അതായത് f(x) by g(x) എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ്, സൈൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ്. അത് നമുക്ക് ജനറൽ ആയിട്ട് പഠിക്കാം. നമുക്കറിയാം സൈൻ്റെ ഗ്രാഫ്, കോസിൻ്റെ ഗ്രാഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കണ്ടിന്യൂസ് ആണ്, ആ ഡൊമെയിനിലാണ്. അപ്പം അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഇത്തരം പോളിനോമിയൽസിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ലിമിറ്റ് കാണണമെന്ന് യാതൊരു നിർബന്ധവും. ഇറ്റ് ഈസ് എ പോളിനോമിയൽ സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എന്നുള്ള ഒറ്റ സെൻറ്റൻസ് കൊണ്ട് അത് അവിടെ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അഡീഷൻ കണ്ടിന്യൂസ് ആണ്, സബ്ട്രാക്ഷൻ കണ്ടിന്യൂസ് ആണ്, പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആണ്, ആൻഡ് ഡിവിഷൻ കണ്ടിന്യൂസ് ആണെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക അല്ലെങ്കിൽ കാണുക ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നിൽക്കും എന്നുള്ളതുകൊണ്ടാണ് ഇത് നമ്മൾ കാണാൻ പറയുന്നത്.
അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യിപ്പിച്ചതായിരുന്നു. ഓക്കെ, നമ്മൾ ഡെഫിനേഷൻ കഴിഞ്ഞു, LHL RHL പറഞ്ഞു. അപ്പോൾ ഈ ഫംഗ്ഷൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ ലിമിറ്റ് കാണുന്നില്ല, ലിമിറ്റ് കണ്ടു കഴിഞ്ഞാലും ഫംഗ്ഷൻ്റെ വാല്യൂനോട് ഈക്വൽ ആണ്. ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം ഇടാം. ഇത് പോളിനോമിയലാണ്, സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. x² x=0 കണ്ടിന്യൂസ്, പോളിനോമിയൽ തന്നെയാണ്, അത് കണ്ടിന്യൂസ് ആണ്. അല്ലെങ്കിൽ ആ ഗ്രാഫ് വരച്ച് വെച്ചാൽ മതി. മോഡ് എക്സിൻ്റെ കണ്ടിന്യൂറ്റി, മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ചിട്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കാം, x³ + 3 1. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇപ്പം എല്ലാതിൻ്റെയും ഗ്രാഫ് ഒന്നും വരയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. x³ + 3 എന്നുള്ള ഫംഗ്ഷൻ x≠0 x=0 1 ആണ്. ഇവിടെ നിങ്ങൾ ലിമിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. x→0 എന്നുള്ള പോയിന്റിലല്ലേ ലിമിറ്റ്. x→0 f(x) എന്ന് പറയുമ്പോൾ എന്താ ഒരു 0 + 3 ആണ്, പക്ഷേ f(0) 1 ആണ്. അപ്പോൾ ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂവും ഈക്വൽ അല്ല. ഇവിടെ ലിമിറ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്, ലിമിറ്റ് 3 ആണ്, സോ ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി അങ്ങനെ ഡിഫൈൻ ചെയ്യാം, ശ്രദ്ധിക്കണം. മോഡ് എക്സ് കണ്ടിന്യൂസ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, അതങ്ങനെ എഴുതിയാൽ മതി, ഗ്രാഫ് ഓർമ്മയിലുണ്ടായാൽ മതി. ഇത് പോളിനോമിയലാണ്, കണ്ടിന്യൂസ്. ലിമിറ്റ് കാണണമെന്നില്ല, ഇതിലൊക്കെ ലിമിറ്റ് കണ്ടിട്ടുണ്ട്, പക്ഷേ ആ പ്രിൻസിപ്പിളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണത്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, നമുക്ക് മനസ്സിലായതാണ്. സോ ഇറ്റ് ഈസ് എ പോളിനോമിയൽ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. 1/s x≠0 എന്ന് പറയേണ്ട. x=0 എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിരിക്കില്ല, കാരണം x=0 ഇത് ഡിഫൈൻഡ് അല്ല. അപ്പം ഡൊമൈനിൽ ഇല്ലാത്ത പോയിന്റ്സിൽ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. 1/x ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ x≠0 =0 എന്നുള്ള ഡൊമൈനിൽ ഇല്ലാത്തതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്. നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ആയിട്ടാണ് 1/xന്റെ ഗ്രാഫ് ഉണ്ടാവുക. ഷേപ്പ് ആലോചിച്ചാൽ മതി എങ്ങനെയാണെന്ന്. 1/xന്റെ ഗ്രാഫ് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് മെമ്മറിയിൽ നിന്നോട്ടെ. 1/x അത് x≠0 പ്രത്യേകം പറയുന്നു, ഡൊമൈനിലെ പോയിന്റ്സ് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. 1/xന്റെ ഗ്രാഫ് 1/x എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എന്നാലും ഒന്നുകൂടി 1/x ഇതാണ് ഗ്രാഫ്, കണ്ടിന്യൂസ് ആണ്. ഈ 0 എന്നുള്ള പോയിന്റ് ഇവിടെ ഇല്ല, കാരണം ഡൊമൈനിൽ അതില്ല. ഇവിടെ നമ്മൾ അതിനെ പറ്റിയിട്ട് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ റെസിപ്രോക്കൽ ഫംഗ്ഷൻ്റെ കേസ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഡൊമൈൻ അവർ ഡിഫൈൻ ചെയ്ത് തരികയാണെങ്കിൽ നമ്മളപ്പോൾ അതവിടെ നോക്കേണ്ടതുണ്ട്. ഡൊമൈനിൽ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആണ്. ഇവിടെ നോക്കിക്കോളൂ, <1 > 1 രണ്ടും <1 പോളിനോമിയൽ കണ്ടിന്യൂസ് ആണ്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, അതായത് ലീനിയർ ഫംഗ്ഷൻ. <1 കണ്ടിന്യൂസ് ആണ്. ഇനി =1 ശ്രദ്ധിക്കണം. LHL എന്ന് പറഞ്ഞാൽ 1 + 2 3, RHL എന്ന് പറഞ്ഞാൽ 1 - 2 - 1, LHL ≠ RHL, സോ ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. വളരെ സിമ്പിളായിട്ട് ഇത്രയും കേസുകളിലേക്ക് ഒന്നും മൂവ് ചെയ്യേണ്ട, ഇത്ര മാത്രം എഴുതിയാൽ മതി. <1 ഇതൊരു പോളിനോമിയലാണ്, കണ്ടിന്യൂസ്. <1 ഇതൊരു പോളിനോമിയലാണ്, കണ്ടിന്യൂസ്. =1 LHL കണ്ടുപിടിക്കുന്നു. <1 LHL 1 + 2 ആ ലിമിറ്റ് വാല്യൂ കൊടുത്തു 3, RHL 1 - 2 -1, LHL ≠ RHL, സോ ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. ഓക്കെ, ഇതും സെയിം പ്രോബ്ലം ആണ്. x=1 ഒരു 0 എന്ന് കൂടി തന്നിട്ടുണ്ട്, എന്നാലും ഇത് കണ്ടിന്യൂസ് അല്ല. ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്കറിയാം, ഗ്രാഫ് തന്നോളന്നില്ല എപ്പോഴും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഗ്രാഫിക്കലി ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് കണ്ടിന്യൂസ് ആണ് ഈ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എവരി പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അത് കണ്ടിന്യൂസ് ആണ്. അതുപോലെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ നമുക്കറിയാം, സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്, അതിൻ്റെ ഗ്രാഫ് കണ്ടാൽ അറിയാം, അത് കണ്ടിന്യൂസ് അല്ല, ബ്രേക്ക് ഉണ്ട്. അതായത് ഇൻറ്റിജർ വാല്യൂസിൽ അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും, അടുത്ത ഇൻറ്റിജർ ആകുമ്പോൾ ഒറ്റ ചാർട്ടാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ്. ഇത് പലയിടത്തും മീൻ വാല്യൂ തിയറത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. പിന്നെ ആൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഇതും നമ്മൾ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നതാണ്. ചിലപ്പോൾ sin x + cos x കണ്ടിന്യൂസ് ആണെന്നൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ചാൽ മതി. sin x കണ്ടിന്യൂസ് ആണ്, cos x കണ്ടിന്യൂസ് ആണ്, സോ sin x + cos x ഈസ് കണ്ടിന്യൂസ്. ഈ റിസൾട്ടുകൾ ഓർത്ത് വയ്ക്കാം. ദെൻ റാഷണൽ ഫംഗ്ഷൻ p(x/q(x) അതും കണ്ടിന്യൂസ് ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോമ്പോസിഷൻ. രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇപ്പോൾ sin(x²) നോക്കാം. നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എഫും ജിയും രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. എഫ് കോമ്പോസിഷൻ ജി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ കോമ്പോസിഷൻ ഓഫ് 2 ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. sin(x²) കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ സൈൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ്, x² പോളിനോമിയൽ കണ്ടിന്യൂസ്, sin x² എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ ഓഫ് sin x ആൻഡ് x², സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. നമ്മളത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ sin(x²), cos(x²), മോഡ് sin x, മോഡ് cos x, അത്തരം ഫംഗ്ഷൻസ്, അത്തരം പ്രോബ്ലംസ് ഒക്കെ എന്തായാലും ചോദിക്കാനൊരു 80% സാധ്യതയുള്ളതാണ്. ഈ പ്രോബ്ലംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഉണ്ടോ ഇതൊക്കെ <2 > 2 ഇതൊക്കെ നമുക്ക് അറിയാം.
ലെസ് ദാൻ 2 ഗ്രേറ്റർ ദാൻ 2 കണ്ടിന്യൂസ് എന്നിട്ട് എക്സ് ഈക്വൽ ടു 2 4 3 7 4 - 3 അപ്പോൾ എച്ച് നോട്ട് ഈക്വൽ ടു RHL കണ്ടിന്യൂസ് അല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ, ലെസ് ദാൻ അത് ഈക്വൽ ടു 1 ശ്രദ്ധിച്ചാൽ മതി. അല്ല. പിന്നെ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതുപോലെയുള്ള ഫംഗ്ഷൻ 17ാമത്തെ പ്രോബ്ലം നോക്കൂ. എയും ബിയും തമ്മിലുള്ള റിലേഷൻ ഇത് കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ LHL RHL ഈക്വൽ ആയിരിക്കണം. അപ്പോൾ LHL RHL ഈക്വൽ ആണെന്ന് എടുത്തിട്ട് നമ്മളത് കണ്ടിന്യൂസ് അപ്പോൾ 3a + 1 = 3b + 3 വരും. അത് എഴുതിയാൽ മതി. അത് തന്നെയാണ് റിലേഷൻ എന്ന് പറയുന്നത് എയും ബിയും തമ്മിൽ. ഓക്കെ, ഈ പ്രോബ്ലംസ് ഒക്കെ നോക്കാം. പിന്നെ ഇതിൽ ചോദിക്കാൻ ഷുവറായിട്ട് സാധ്യതയുള്ള ഒരു പ്രോബ്ലം, ഇത് എന്തായാലും ചോദിക്കും. 27, 28, 29 കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടിന്യൂസ് ആയതുകൊണ്ട് LHL = RHL എടുത്തിട്ട് അത് ചെയ്യാം. ഓക്കെ, പിന്നെ അത് നേരത്തെ പറഞ്ഞ കോമ്പോസിഷൻ ഫങ്ഷൻസ്, ഈ പ്രോബ്ലംസ് ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം പ്രോബ്ലത്തിൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. എന്തായാലും ഒരു 3 മാർക്കിന് നമുക്ക് കണ്ടിന്യൂറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഇതിൽ ഗ്രാഫിക്കൽ നോക്കൂ. ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 + g of x. 5 പ്ലസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻസ് ടു 5 ഇവിടേക്കല്ലേ വരുന്നത്. വാല്യൂ എത്ര വരിക? പ്ലസ് എന്ന് പറയുമ്പോൾ റൈറ്റ് എന്നുള്ള അപ്രോച്ച് 2 ആണ്. അതുപോലെ അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 ലെഫ്റ്റ് ലിമിറ്റും 2 തന്നെയാണ് വരിക. അപ്പോൾ g of 5 2 ആണ്, കണ്ടിന്യൂസ് ആണ്. g ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇവിടെ നോക്കൂ, h ഗ്രാഫിൻ്റെ ഫിഗർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 h of x എന്താണ്? ലിമിറ്റ് പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഫംഗ്ഷൻ ഇസ് ഡിസ്കണ്ടിന്യൂസ്. നമുക്ക് അറിയാം എവിടെ ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്. 1 എന്ന പോയിന്റിൽ എക്സ് 1 ആവുമ്പോഴാണ്. എക്സിൻ്റെ വാല്യൂ -5 ഇങ്ങനെ വന്ന് 1 എത്തണ വരെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ മാറി. അപ്പോൾ അതുകൊണ്ട് 1 എന്നുള്ള പോയിന്റിലാണ് ഇത് ഡിസ്കണ്ടിന്യൂസിൽ. തിയറി അധികം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്റ്റെൻസ് ടു 1 h of x എന്ന് പറയുമ്പോൾ നമ്മൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വേറെയാണ്. 1ലേക്ക് ലെഫ്റ്റിൽ നിന്ന് വരുമ്പോഴുള്ള വാല്യൂ -1ഉം റൈറ്റിൽ നിന്നുള്ള വരുമ്പോൾ വാല്യൂ 1ഉം ആണ്. LHL ≠ RHL. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലെസ് ദാൻ 2 ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എന്ന് പറയുമ്പോഴോ 2ൽ അപ്രോച്ച് ചെയ്യുമ്പോൾ 1 ആ വാല്യൂ. റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും 2 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ആ എക്സ്റ്റെൻസ് ടു 2 1 -4 പറയുമ്പോൾ എത്ര വാല്യൂ വരിക? -1 നെഗറ്റീവ് വാല്യൂ -1 ആണ്. h of 1 0. ഓക്കെ, x = 1 ഒഴികെ ഇത് കണ്ടിന്യൂസ് ആണ്. ഇത് കണ്ടിന്യൂസ് അല്ല. ഈ 3 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെയാണ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വേറെയാണ്, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇത്തരം ഫങ്ഷൻസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഗ്രാഫിക്കലി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത് കണ്ടിന്യൂസ് അല്ല. ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ ഈ പോയിന്റിൽ 4 എന്ന പോയിന്റാണത്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ വേറെ മാറിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ പോയിന്റിലൊന്നും അത് കണ്ടിന്യൂസ് അല്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ഗ്രാഫിക്കൽ അത് നമ്മുടെ മെമ്മറിയിൽ നിൽക്കും, അതുകൊണ്ട് കാണിച്ചു തന്നു മാത്രം. ഇത് മുമ്പ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. 4x - 10 ഇത് പോളിനോമിയലാണ്, കണ്ടിന്യൂസ് ആണ്. x = 4ൽ കണ്ടിന്യൂറ്റി x = 4. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 എന്ന് പറയുമ്പോൾ 16 - 10 6 ആണ്. 6 g of 4ഉം 6 തന്നെയാണ്, കണ്ടിന്യൂസ്. 4ലും കണ്ടിന്യൂസ് ഉണ്ടോ? ഇത് x ≠ = 4ൽ പോളിനോമിയൽ, സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഇത്രയും ഈ ഗ്രാഫിക്കൽ സൊല്യൂഷനും ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ. ഇവിടെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞത് കണ്ടിന്യൂസ് ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ LHL RHL ഈക്വൽ ആവണം. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും x = 2ൽ ഈക്വൽ ആവണം. ലെഫ്റ്റ് ലിമിറ്റ് = റൈറ്റ് ലിമിറ്റ്. ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 2ൽ kx - 5ൽ, റൈറ്റ് ലിമിറ്റ് പറയുമ്പോൾ x - 1. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2k - 5 = 2 - 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2k = 6 എന്ന് കിട്ടും. സോ k = 3. ഓക്കെ, ഈ ടൈപ്പ് പ്രോബ്ലംസും ശ്രദ്ധിക്കും. ഇനി അടുത്തത് 3x ഇതാണ്. ഓക്കെ, അതിൻ്റെ കംപ്ലീറ്റ് ആണ് ചോദ്യം. കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കണ്ടിന്യൂറ്റിയിൽ വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും പോർഷൻ കണ്ടിന്യൂറ്റിയിൽ നമ്മൾ നോക്കാം. 3 മാർക്ക് ഉറപ്പിക്കും. 3 മാർക്ക് എന്ന് വിചാരിക്കണം. 3-4 മാർക്ക് ഈ പോർഷനിൽ നിന്നും കണ്ടിന്യൂറ്റി മാത്രമായിട്ട്.